ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇത് ഒരു വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. ഈ ഫ്രോക്കിൻ്റെ ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം. ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 8 ഇഞ്ചാണ്. 7 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് ഷോൾഡർ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യണം. ചെസ്റ്റിൻ്റെ അളവ് 5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വരച്ചതിന് ശേഷം ഇവിടെ കൈക്കുഴി വരച്ചെടുക്കണം. ഇനി വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ അളവ് 4.5 ഇഞ്ചാണ്. 1/2 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതൊരു ബോക്സാക്കി വരച്ചെടുക്കണം. ഇനി ഇതിനുള്ളിൽ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കണം. എന്നിട്ട് ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഫ്രണ്ട് പാർട്ടും ഒന്ന് ബാക്ക് പാർട്ടുമാണ്. ഇനി ഈ ബാക്ക് പാർട്ടിനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ഈ മടക്കി വരുന്ന ഭാഗത്ത് താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ബാക്ക് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 കൈയുടെ ഭാഗത്തും ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നല്ല വശവും ഈ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രോസ് പീസിനെ ഇതിൻ്റെ മോശം വശത്തേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൈയുടെ ഭാഗത്ത് പൈപ്പിംഗ് പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 കൈയിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൽ ഫ്രില്ല് വെച്ചിട്ട് തുണി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയും 32 ഇഞ്ച് നീളവുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ ഒരു സൈഡ് റോങ് സൈഡിലേക്ക് ചെറുതായി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മറ്റേ സൈഡിൽ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തുനിന്ന് ത്രെഡ് പതുക്കെ വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇനി ഇതിനെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ടോപ്പ് പാർട്ടിൻ്റെ റോങ് സൈഡിൽ ഈ ഫ്രില്ലിട്ട തുണിയുടെ നല്ല വശം ഈ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ ഫ്രില്ലിട്ട തുണിയെ ഈ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയുമുള്ള തുണി എടുത്തിട്ടുണ്ട്.
ഈ തുണിയുടെ റോങ് സൈഡിൽ മുകളിൽ നിന്നും താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ 1/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ ഫ്രിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് തുണിയിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് പാർട്ടിനും ഒന്ന് ബാക്ക് പാർട്ടിനുമാണ്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ഫില്ലിട്ട് കൊടുത്ത ഭാഗം ഇവിടെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല വശമാണ് ചേർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രോക്കിൻ്റെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. റോങ് സൈഡിലേക്ക് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രോക്കിൻ്റെ ബാക്കിൽ നെക്കിൻ്റെ ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയുമാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വരുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഫ്രോക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.